എല്ലാവർക്കും നല്ല നമസ്കാരം. വൈദികർ ഉൾപ്പെടുന്ന ലൈംഗിക അതിക്രമ കേസുകളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ഒന്ന് പറയാം, നല്ല രീതിയിൽ വൈദിക ജീവിതം നയിക്കുന്ന സന്യസ്തരെ വൈദികർക്കും കളങ്കമുണ്ടാക്കുന്ന അവരുടെ സൽപ്പേര് കളയുന്ന ഇത്തരത്തിലുള്ള കാലമാടന്മാരെ അവർക്കെതിരെ കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടത് ആദ്യം ഇവരുൾപ്പെടുന്ന സഭാ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വാർത്ത പറയാൻ കാരണം, മാള പ്ലാവിൻമുറി ഇടവക വികാരി ഫാദർ റീൽസ് വടാശ്ശേരി എന്ന് പറയുന്ന മാന്യൻ, അദ്ദേഹം വളരെ വചന പ്രഘോഷകനും ധ്യാനാത്മക ചിന്തകനൊക്കെ ആയിരുന്നു. ധ്യാനാത്മകമായ കാര്യങ്ങൾ കൂടി പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിട്ടും പോരാ, ആ പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കുടുംബം പരാതി പോലീസ് സ്റ്റേഷൻ നൽകി 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വൈദികനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കുടുംബവും പോലീസും മാത്രം അറിഞ്ഞിരിക്കുന്ന ഈ പരാതി വൈദികൻ അറിഞ്ഞതിനെ തുടർന്ന് വൈദികൻ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടു. ഇനി അദ്ദേഹം എപ്പോൾ പോകുന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഒരു കാര്യമേ പറയാനുള്ളൂ, ഇത്തരത്തിലുള്ള മാന്യന്മാർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. കാരണം ഇവർ സമൂഹത്തിൽ കാണിക്കുന്നത്, ഒരു ഇടവക സമൂഹത്തിൽ വളരെ ഭക്തിയോടുകൂടിയൊക്കെ പോകുന്ന പെൺകുട്ടികളെ വളരെ തന്ത്രപൂർവ്വം കയ്യിലെടുത്ത് അവരെ ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയാക്കിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഇത്തരത്തിലുള്ള വൈദിക ശ്രേഷ്ഠന്മാരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ വൈദികൻ ഒളിവിൽ പോയിട്ടുള്ളത്, ഇത് പോലീസിന്റെ അട്ടിമറിയാണോ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. മാളയിൽ പോക്സോ കേസ് പ്രതിയായ വൈദികനെ പോലീസ് സഹായിച്ചതായി ആരോപണം. മാള പ്ലാവിൻമുറി പള്ളി വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് കേസെടുത്തത്. എന്നാൽ കുടുംബം മാത്രം അറിഞ്ഞു നൽകിയ പരാതി പോലീസിൻ്റെ കയ്യിലെത്തിയതോടെ വൈദികൻ ഒളിവിൽ പോവുകയായിരുന്നു. പരാതി ലഭിച്ച് 3 ദിവസത്തിന് ശേഷമാണ് പോലീസ് വൈദികനായി അന്വേഷണം ആരംഭിച്ചത്. 1 വർഷം മുമ്പാണ് പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിനിരയായത്. കഴിഞ്ഞ വർഷമാണ് ഇവിടെ വികാരിയായിരുന്ന റീസ് വടാശ്ശേരി പെൺകുട്ടിയോട് അതിക്രമം നടത്തിയത്. തുടർന്ന് ഇയാൾ കുട്ടിയെ അതിക്രമം പുറത്തു പറയാതിരിക്കാൻ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പറയുന്നു. മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ കുട്ടി സുഹൃത്തുക്കളോട് വിവരം പറയുകയും അവർ രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നൽകിയ പരാതിയിൽ പോലീസ് കണ്ടെത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മാള പോലീസ് വൈദികനെതിരെ കേസെടുത്തത്. പോലീസ് കേസെടുത്തതോടെ വൈദികൻ ഒളിവിൽ പോയതാണ് വിവരം. പോലീസിനും കുടുംബത്തിനും മാത്രമായിരുന്നു കുട്ടി പരാതി നൽകിയ വിവരം അറിവുണ്ടായിരുന്നത്. ഇതിനിടയിൽ വൈദികൻ ഒളിവിൽ പോയതിനു പിന്നിൽ പോലീസ് അട്ടിമറി ഉണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം.